ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിരിയാണി ചെമ്പ് വെക്കുന്ന ഒരു വലിയ അടുപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ആംഗ്ലെയർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ആംഗ്ലെയർ വെച്ചിട്ട് ഏകദേശം ഒരു 26 കിലോളം, ഒരു ആംഗ്ലെയറിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 26 കിലോ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. 26 കിലോ വെയിറ്റ്, 6 mm പറഞ്ഞാൽ നല്ല കനമുള്ളതാണ്. 20 അടി നീളവും ഉള്ള ഒരു ആംഗ്ലെയർ വെച്ചാണ് നമ്മൾ ഈ അടുപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നത് എത്ര വലിയ ചെമ്പുകളും വെക്കാൻ പറ്റുന്ന ആ ഒരു ബലത്തോടു കൂടിയാണ്, ബലം കിട്ടാൻ വേണ്ടിയാണ്. അത്ര നമ്മൾ ഏത് വലിയ ചെമ്പ് വെച്ചാലും അത് വളയുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നല്ല കനത്തിൽ തന്നെ ഇട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് വർഷങ്ങളോളം നമ്മുടെ കൈ കിടന്നോളും, പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല. അപ്പോൾ ഒടിഞ്ഞു പോവോ വളഞ്ഞു പോവോ, കാരണം എപ്പോഴും നല്ല ഹീറ്റാവുന്ന ഇതായതുകൊണ്ട്. കാരണം എപ്പോഴും നമ്മൾ ബിരിയാണി ചെമ്പിൻ്റെ അടി എന്ന് പറയുമ്പോൾ നല്ല ഹീറ്റല്ലേ, നല്ല തീ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന്, അതേസമയം നമ്മൾ സ്ക്വയർ ട്യൂബിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ചിലപ്പോൾ വളഞ്ഞു പോകാനും കത്തിപ്പോകാനൊക്കെ വരെ ചാൻസ് ഉണ്ട് നല്ല തീ വരുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകത്തില്ല. എത്ര ചൂടായാലും അതിനൊരു കേടുപാട് സംഭവിക്കത്തില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഈ ആംഗ്ലെയർ വെച്ചാണ് ഇന്ന് ഈ അടുപ്പുണ്ടാക്കുന്നത്. ഇതിൻ്റെ കനമെന്ന് പറയുന്നത് 6 mm ആണ്. നീളം ഒരു 20 അടിയോളം നീളം വരും. പക്ഷേ 20 അടിക്ക് ഒരു 1.25 ഇഞ്ചിൻ്റെ കുറവ് വരും. ഇപ്പോൾ 20 അടിയാണ് കണക്ക് പറയുന്നതെങ്കിലും 20 അടി എല്ലാ സ്ക്വയർ ട്യൂബ് ആണെങ്കിലും ആംഗ്ലെയർ ആണെങ്കിലും 20 അടി കറക്റ്റ് കിട്ടത്തില്ല. ഒരു 1.25 ഇഞ്ചിൻ്റെ കുറവ് നമുക്ക് വരും ഏത് ഒരു സ്ക്വയർ ട്യൂബോ ആംഗ്ലെയറോ എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഇതിന് അതുപോലെ തന്നെ കനം 6 mm ആണ്. കനം നല്ല കനമുണ്ട്. ഏകദേശം ഈ ഒരു ആംഗ്ലെയറിൻ്റെ വെയിറ്റ് ഏകദേശമല്ല, നമ്മൾ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച് തൂക്കുമ്പം 26 കിലോ വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഓക്കെ, എത്ര രൂപയായി ഈ ആംഗ്ലെയറിൻ്റെ ഫുൾ റേറ്റ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളാദ്യം 50 സെൻറ്റിമീറ്റർ നീളത്തിൽ എൻ്റെ കാല് അടയാളപ്പെടുത്തുകയാണ്. 50 സെൻറ്റിമീറ്ററാണ് കാല്. ഓക്കെ, 50 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. നമ്മൾ അടയാളപ്പെടുത്താൻ കല്ല് പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 കാലിനുള്ള വരച്ചിട്ടുണ്ട്. അടുത്ത 3ാമത്തെ കാല്. മൊത്തം നമുക്ക് വേണ്ടത് 4 കാലാണ്. അപ്പോൾ നമ്മൾ ആംഗ്ലെയർ കട്ട് ചെയ്യാൻ പോവാണ്. ബോസിൽ തന്നെ നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം സേഫ്റ്റി കറക്റ്റ് ഫസ്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെൽഡിങ് ഗ്ലൗസാണ്. ഇത് നമുക്ക് ഗ്രൈൻഡിങ്ങിനും പിന്നെ കട്ടിങ്ങിനും ഉപയോഗിക്കാം. ചൂട് നല്ല സേഫ്റ്റിയാണ്. ചൂടൊക്കെ ഉള്ളതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാം. അപ്പോൾ അതിന് ഉള്ള സേഫ്റ്റി ഗ്ലൗസാണിത്. ഗ്ലൗസ് നമ്മുടെ യൂണിഫോം കവറുകളാണ് ഇട്ടിരിക്കുന്നത്. ഷൂ എല്ലാം ഉണ്ട്. നമുക്ക് ആംഗ്ലെയർ കട്ട് ചെയ്യാം. കണ്ണിൽ തിരിക്കാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യുവാണ്. ആദ്യം നമുക്ക്
ഇങ്ങനൊരു ഓൾറെഡി വെൽഡിങ്ങിന് റാഡ് വെച്ചൊന്ന് വരച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടി, വ്യക്തമായിട്ട് കാണാൻ വേണ്ടി നമ്മൾ 5 ഡിഗ്രി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കുന്നു. നമ്മൾ കറക്റ്റ് ചരിച്ച് ഒരു വര വരയ്ക്കും. അതിനുശേഷം ഇവിടുന്ന് നേരെ ഒരു വര. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പം നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കാണുന്നത് ലെഗ് പീസാണ്. നമ്മൾ നീളത്തിൽ സാധാ രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്ന ലെഗ് പീസും, ഇത് ഈ കട്ട് ചെയ്തിരിക്കുന്ന 45 ഡിഗ്രി കട്ട് ചെയ്തിരിക്കുന്ന ഫ്രെയിം അടിക്കാനുള്ള പീസുമാണ്. ഇത് 45 ഡിഗ്രിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വെൽഡിംഗ് മെഷീന് സായുടെ വെൽഡിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 45 ഡിഗ്രി കട്ട് ചെയ്ത പീസാണിത്. അപ്പം അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ, ഇത് ഫ്രെയിമിൻ്റെ പീസാണ്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഒരു പീസ് 50 സെൻറ്റിമീറ്ററാണ്. ഇപ്പം ഈ ഫ്രെയിം അടിക്കുന്നതിൻ്റെ ഫുൾ അളവും 50 സെൻറ്റിമീറ്ററാണ്. കാലിൻ്റെ ആയാലും നമ്മുടെ ഫ്രെയിമിൻ്റെ ആയാലും 50 സെൻറ്റിമീറ്ററാണ് അളവ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ അലൈൻമെൻ്റൊക്കെ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എപ്പോഴും വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി ഗ്ലൗസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽമെറ്റ്, സേഫ്റ്റി ഗ്ലൗസ് കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് നല്ല കുഴപ്പങ്ങളൊന്നുമില്ല വെൽഡ് ചെയ്യാൻ പറ്റും.